ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാള മുളക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. വാള മുളക് ഇട്ടത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 കിലോ വാളയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് നന്നാക്കി വന്നപ്പോൾ അത് അതിൻ്റെ ചതുമ്പിലെല്ലാം കളഞ്ഞ് വന്നപ്പോൾ അത് ഏകദേശം ഒരു 800 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. അത് നമ്മൾ ഇതിൻ്റെ ഒരു ഉളുമ്പ് മണക്കം പോകാനായിട്ട് വിനാഗിരിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഒരു തക്കാളി നന്നാക്കി വെച്ചിട്ടുണ്ട്, നീളത്തിനാണ് കേട്ടോ. അതേപോലെ തന്നെ 4 കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 10ഓളം ചുവന്നുള്ളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളതാണ് പൊടികളാണ് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാമാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ചേർക്കാനായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. മീൻകറി വെക്കാനായിട്ട് നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം മീൻകറിക്ക് നമ്മളെപ്പോഴും വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ അധികം ഓയിൽ ഉപയോഗിക്കാറില്ല, അധികം വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതേ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എല്ലാതും നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതേ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ എല്ലാതും നമുക്കൊന്ന് പൊട്ടി വരാൻ പറ്റാം. ഉലുവ എല്ലാതും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല പോലെ മൂത്ത് വരണ വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി അല്ലാതെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുടംപുളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളതിലേക്ക് ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ കറിയിലൊക്കെ ആദ്യം കുറവായിട്ടാണ് ഇടുക, അതിന് ശേഷമാണ് നമുക്ക് ഉപ്പ് പോരങ്ങി നമ്മൾ രണ്ടാമതും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതേ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് പറയാം കേട്ടോ. തക്കാളി എല്ലാതും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിക്കുന്നത് വെള്ളമാണ്. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് മൂടിക്ക് വയ്ക്കാം. നമ്മുടെ കറിയൊക്കെ എന്തായിന്ന് നോക്കാം കേട്ടോ. തിളച്ചോന്നൊക്കെ നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെയും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓരോ കഷ്ണം മീനായിട്ട് ഇങ്ങനെ പറക്കി പറക്കി ഇട്ട് കൊടുക്കുകയാണ്. ആ മീനൊക്കെ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തീത്തിരി കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം നമുക്ക് ഇതൊരു 10 മിനിറ്റോളം നമുക്ക് കൂടുതലുള്ള തീയിലിട്ട് വേവിക്കണം. കാരണം മീൻ ഇത്തിരി വേവുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് 10 മിനിറ്റോളം നമ്മൾ മീനിൻ്റെ വേവനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് കറി എന്തായി നോക്കുന്നു നോക്കാം കേട്ടോ. അതിനായിട്ട് ഇതിപ്പം മൂടിയൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പും പുളിയും പോരെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. കൂട്ടാലും പുളിയുണ്ട്, അപ്പം ഇത്തിരി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിയൊക്കെ എന്തായി നോക്കുന്നു നോക്കാനായിട്ട് നമുക്ക് മൂടിയൊക്കെ തുറന്നു നോക്കാം കേട്ടോ. നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ആകുമ്പോൾ കറി നമുക്ക് കറക്റ്റ് കുറുകി നമുക്ക് കഴിക്കാനുള്ള പാകം. അപ്പോൾ നമുക്ക് തുറന്ന് വെക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.